ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാനൊരു ബഹുമതിയായി കരുതുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ആഗോള വ്യാപകമായ ഏറ്റവും വലിയ ആത്മീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ചരിത്രത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വലിയ മാറ്റമുണ്ടാക്കിയ ഒരാളിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ ഒരു ബന്ധപ്പെട്ട 100 കൊല്ലം തികയുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സന്തോഷമുണ്ട്. എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ എൻ്റെ പരിമിതമായ അറിവിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഈ പുനരൈക്യ പ്രഖ്യാപനമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വേണ്ടത്ര കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ആളുകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പുനരൈക്യം ആഗോള ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഭാഗമായി, വത്തിക്കാൻ്റെ ഭാഗമായി മാറുമ്പോൾ ഭാരതീയ തനിമ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ അന്ത്യോക്യൻ പാരമ്പര്യം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനവരതം പ്രവർത്തിച്ചു വിജയിക്കാൻ സാധിച്ചു. ഇത്രത്തോളം അദ്ദേഹം മുന്നോട്ട് വെച്ച, മാർ ഇവാനിയോസ് തിരുമേനിയും മുന്നോട്ട് വെച്ച, ഒരുപക്ഷെ അദ്ദേഹം MA അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ നാടിന് തൊട്ടടുത്തുള്ള മാവേലിക്കരയിലെ ഏറ്റവും അന്നത്തെ രാജ പാരമ്പര്യത്തിൽ പണിക്കർ സ്ഥാനം നൽകി ആദരിച്ച ഒരു കുടുംബം. അപ്പോൾ ഒരു ഗീവർഗീസ് അച്ഛൻ എത്ര പ്രതിഭാസമ്പന്നനായിരുന്നത് കൊണ്ടാണ് ഈ സഭ അതിൽ രൂപം കൊണ്ട് അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ പുനരൈക്യ പ്രസ്താവന ഉണ്ടാവുന്ന അവസരത്തിൽ തീർച്ചയായും 1-2 കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, 2 കാര്യങ്ങൾ ഒഴികെ ഏതാണ്ട് ബാക്കി എല്ലാം നേടിയെടുത്ത് ഇവിടുത്തെ തനിമയിൽ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ അന്ത്യോക്യ പാരമ്പര്യത്തിൻ്റെ അടിവേരുകളെ മാനിച്ചുകൊണ്ടുള്ള ഒരു കാര്യം, അതൊന്നും അന്നത്തെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് സാധിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഒരു വിസ്മയമായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചാവറ അച്ഛന് ശേഷം സമഗ്രതയിൽ വിദ്യാഭ്യാസ രംഗം, അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ ഈശ്വര സേവയാണ് ആത്മീയ പ്രവർത്തനമെന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയ ക്രിസ്ത്യ വിഭാഗത്തിലെ ദിഷണാശാലികൾ, പ്രതിഭാശാലികൾ, അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ, ഞാൻ ആ പേരുകളിലേക്കൊന്നും കിടക്കുന്നില്ല, ഒട്ടേറെ ആളുകളുണ്ട്. ആ പേരുകളെല്ലാം പറഞ്ഞ് ഞാൻ അതിന് സമയമെടുക്കുന്നില്ല. കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിൽ ക്രിസ്ത്യ വിഭാഗത്തിൽ ചാവറ അച്ഛൻ കഴിഞ്ഞാൽ, അല്ലെ അതിന് ഏതാണ്ട് തുല്യമായി നവോത്ഥാന നായകനായി നിന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. അതോട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? സ്ത്രീ ശാക്തീകരണം, ബഹുമാനപ്പെട്ട വനിതാ മന്ത്രിയുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന ആശയം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായി ബൈ ആക്ഷൻ ഓൾസോ എല്ലാവർക്കും പറയാൻ സാധിക്കും. പക്ഷെ നടപടികളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി 1 നൂറ്റാണ്ട് മുമ്പ് അന്നത്തെ MA അച്ഛൻ പ്രവർത്തിച്ചു, അതിന് ബീജാപാപം ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വം, ക്രാന്തദർശിത്വം എത്ര വലുതാണെന്ന് നമുക്കറിയാൻ സാധിക്കും. മാതൃരാജ്യവും ദേശസേവനവും, എനിക്കിപ്പം ഇവിടെ എഴുതി തന്ന, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് തന്ന ഇതിൽ ഈ ലീഫ്ലെറ്റിൽ അതാണൊരു മെയിൻ കാര്യമായി, മാതൃരാജ്യ സ്നേഹവും ദേശസ്നേഹവും, അതുപോലെ മറ്റൊരു പോയിൻ്റായി 4-ാമത്തെ ആത്മീയ നവീകരണവും ആശ്രമ ജീവിതവും. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് പോലും, അത് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ വിവാദമാകും, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വിവാദങ്ങളുടെ അപവാദങ്ങളും
പെട്ടെന്ന് ശക്തി പ്രാപിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് ഇതിലെഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഷായ വസ്ത്രം ധരിച്ചതിനെക്കുറിച്ചോ സസ്യാഹാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. സസ്യാഹാരം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമല്ല, ഞാനിപ്പോൾ ഓടിച്ചു നോക്കിയതാണ്. സമൂഹ ഉന്നതിയിലേക്കുള്ള ദർശനം, അതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ സഭ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ രംഗത്തും നമ്പർ 1 ആണ്, ഒന്നാമത്തേതാണ്. അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാനായാലും രമേശായാലും അല്ലെ ഞങ്ങളെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെ അടുത്തേക്ക് ആളുകൾ ഓടി വരുന്നത് മാറിവാനേസിലും അല്ലെങ്കിൽ തിരുവല്ല മെഡിക്കൽ കോളേജിലുമൊക്കെ ബന്ധപ്പെട്ടാണ്. അത്തരത്തിലെ ഒരു മികച്ച മാതൃക, ആ മാതൃകയ്ക്ക് മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാവുകയാണ്. നവോത്ഥാന പ്രക്രിയയിലേക്ക് തീർച്ചയായും ഔപചാരികമായും അനൗപചാരികമായും നമ്മുടെ കേരളീയ സമൂഹം അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാഹിത്യത്തിലും വാഗ്മിത്വത്തിലും അദ്ദേഹം മറ്റാരേക്കാളും മുൻപന്തിയിലായിരുന്നു എന്നുള്ളതും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ഇവാനിയോസ് തിരുമേനിയെപ്പറ്റി പറയുമ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ക്ലീമീസ് ബാബ തിരുമേനിയെ പറ്റിയാണ്. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായ രമേശ് ആയാലും മറ്റൊരു പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തന രംഗത്തുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും അടുത്ത ബന്ധം കൊണ്ട് സ്നേഹം കൊണ്ട് കീഴടക്കാൻ ക്ലീമീസ് ബാബയ്ക്ക് കഴിയുന്നുവെന്ന് മാത്രമല്ല, പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ 53 വയസ്സിൽ അദ്ദേഹം തീർച്ചയായും ആദ്യ കർദിനാളായി മലങ്കര സഭയിൽ നിന്ന് വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ പ്രസ്ഥാനത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നാമനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് മാർത്തോമാ സഭയുടെ ക്രിസ്തുവിന് ഒരു യൂസേജ് ഉണ്ടായിരുന്നു, ഹൃദയങ്ങളുടെ തമ്പുരാൻ. ആ ഹൃദയങ്ങളുടെ തമ്പുരാൻ അദ്ദേഹത്തിന് ശേഷം ഒരുപക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിന് വേണ്ടിയുള്ള ഓട്ടമോ നെട്ടോട്ടമോ പ്രകടമായിട്ടുള്ള, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരക്കിൽ പോകേണ്ട ആളാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്ത്യസഭ പറയുന്ന ഫ്രാൻസിസ് അസീസി 14-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുണ്ട്, ടർക്കി രാജാവിനോട് പോലും പോയി അന്നത്തെ തർക്കത്തിനിടയിൽ പോയപ്പോൾ പറഞ്ഞ വാക്ക്, ആ വാക്ക് ഗോഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് യുവർ പീസ്. അതിന് ഉപകരണമെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കത്തോലിക്ക സഭയിലും മറ്റും ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ ദൈവമേ, നിൻ്റെ സമാധാനം ഭൂമിയിൽ വരുത്താൻ എന്നെ ഉപയോഗിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വാസ്തവത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണരൂപമായി എനിക്ക് കാണാൻ സാധിച്ച ആളായി ഈ സഭയുടെ ഇപ്പോഴത്തെ പരമാധ്യക്ഷനെ ഞാൻ കാണുകയാണ്. എന്തിനധികം പറയുന്നു, സാധാരണഗതിയിൽ ക്രിസ്ത്യസഭകൾ കോളേജുകൾക്ക് പേരിടുമ്പോൾ ഗുരുദേവൻ കോളേജ് എന്നാരെങ്കിലും പേരിട്ട് കിട്ടും. ബത്തേരിയിലെ കോളേജിൻ്റെ പേര് ഗുരുദേവൻ കോളേജ് എന്നാണ്. ഒരുപക്ഷെ ടാഗോറിനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്, അതോ ശ്രീനാരായണ ഗുരുദേവനാണോ എനിക്കറിയില്ല, ടാഗോറിനെ. അപ്പോൾ ഈ തരത്തിൽ വിശാലമായി ചിന്തിക്കുന്നു. എല്ലാ ക്രിസ്ത്യസഭകളെയും ഒരു കാര്യം ഒരു മെസ്സേജായി അറിയിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാ സഭകളുടെക്കുള്ളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരെ എല്ലാം സ്വാംശീകരിച്ച് ഉൾക്കൊള്ളാൻ, അവരുടെ അംഗീകാരം പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരാളാണ് ഈ മഹാസഭയുടെ തലവൻ. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ തലവൻ എന്ന് പറയാൻ കഴിയുന്നതിൽ എനിക്ക് ആഹ്ലാദമുണ്ട്. ഞാൻ നിർത്തുന്നു. സഭയുടെ ചട്ടക്കൂട്ടുകളെ ഒരിക്കലും ലംഘിക്കാതെ, ആ സഭയുടെ ചട്ടക്കൂട്ടിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കാതെ പുറം ലോകത്തേക്ക് എത്തി എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ സാധിക്കുന്ന, തീർച്ചയായും അതുതന്നെയാണ് മാറിവാനസ് മെത്രോപ്പോലിത്തയുടെ ഒരു സവിശേഷതയായി, ഒരു വിദ്യാർത്ഥിയായി ഞാൻ കാണുന്നത്.
ഏതാണ്ട് അതേ ശൈലി എനിക്ക് തീർച്ചയായിട്ടും ക്ലിമീസ് ബാബ തിരുമേനിയിൽ കാണാൻ സാധിക്കും. ഈ ഉദ്യമം അത് വൻ വിജയമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.